Hey guys, കുളിച്ചും വേണ്ടി പള്ളിയിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. മുന്നിൽ പോകുന്നതാണ് വാപ്പാൻ്റെ ഒപ്പം വാപ്പാൻ്റെ ഫ്രണ്ട് മുന്നിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ രണ്ടാളും തകർത്തായിട്ട് ഹിന്ദി സംസാരിച്ചു പോകുന്നുണ്ട്. എനിക്ക് പിന്നെ ഹിന്ദി അറിയാത്തതുകൊണ്ട് ഞാൻ വേണ്ടി ഈ പള്ളിയിലാണ് നമുക്ക് ജുമ്മ നിസ്കരിക്കേണ്ടത്. ഇതാണ് ഇവിടുത്തെ മെയിൻ പള്ളി. അരികിൽ തന്നെ ജുമ്മ നടക്കുന്ന പള്ളിയാണിത്. അപ്പം ജുമ്മ നിസ്കാരം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിക്കുമ്പോൾ അർഷാദിക്കും നാസറിക്കും നിൽക്കണം. ഈ രണ്ടുപേരും അങ്ങോട്ട് കൊണ്ട് സംസാരിക്കുന്നുണ്ട്. മൂപ്പർ രണ്ടുപേരും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. വേറെ ഒന്നും മനസ്സിലാവും. മൂപ്പർ ഹിന്ദിക്കാരനാണ്, നാസർക്ക് മലയാളി. നാസർക്ക് തന്നെയും വിളിച്ചത് മുസമ്മിയുടെ വില ചോദിക്കാൻ വേണ്ടി പോകണം. ഇതൊരു വെള്ളിയാഴ്ച മാർക്കറ്റാണ്. ഇതിലില്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല. ചെറിയൊരു അങ്ങാടി തന്നെയാണിത്. അപ്പോൾ മുസമ്മിയുടെ വില ചോദിക്കാൻ വേണ്ടി ഇത് എന്നെയും കൂട്ടി പോയിക്കണം. മുസമ്മി ഇതാ കയ്യിലൊക്കെ പിടിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇത് കൊള്ളാട്ടോ, നമുക്കിത് വാങ്ങിച്ചാലോ. ഇത് വാങ്ങുന്നതും കാണാനില്ല. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് റസാഖ് അത് ക്യാരറ്റും ചമച്ചുകൊണ്ട് വരുന്നു. മൂപ്പർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചമക്കണം. ഇവർ മൂന്ന് പേരെന്തോ ചർച്ചയില്ല. ഒന്നിൻ്റെ ബ്രദർ ഒന്ന് നാസർക്ക് ഒന്ന് റസാഖയും. അപ്പോൾ വീണ്ടും നാസർക്ക് അത് സൗദിയുടെ അടുത്ത് പോയിട്ട് ഈ ഉള്ളിക്ക് എത്ര വില ചോദിക്കുന്നുണ്ട്. മൂപ്പർക്ക് ഇങ്ങനെ വില ചോദിക്കാനില്ലാതെ ഒരു പണിയില്ല. ഒന്ന് വെച്ചാൽ വാങ്ങുന്നതും കാണാനില്ല. അപ്പോൾ ഞങ്ങളിത് ഈ പച്ചക്കറി കാര്യങ്ങളൊക്കെ കണ്ട് പുറത്തോടെ ഇറങ്ങി. ഇല്ലാത്ത സാധനങ്ങളില്ല കേട്ടോ. പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നാടൻ കോഴികൾ വെക്കണം. ഈ കോഴികൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൊണ്ടുപോകണം പാകിസ്ഥാനികളും ബംഗാളികളും. ഓലിക്കാണ് ഭയങ്കര ഇഷ്ടം. നമുക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷെ ഞങ്ങൾ മേടിച്ചില്ല. ഇങ്ങനെ മുസമ്പി തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ ചങ്ങായി പിന്നെയും വന്നിക്കണം. എന്താ വെച്ചു വില വയ്ക്കട്ടെ ഒന്നുകൂടി അവിടെ കുറവ് ഇവിടെ കുറവെന്ന്. ഈ ചങ്ങായിക്ക് വില വയ്ക്കാൻ നല്ല ഒരു പണിയില്ല. നാടൻ കോഴികളൊക്കെ അത് കൂട്ടിലൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ട്. ആരെങ്കിലും വന്നാൽ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ എന്താ വരുന്നത് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് റൂമിൽ പോകണം. ബാക്കി നാളെ.